ആദ്യ 5 മത്സരങ്ങളിലും തോൽവി ഏറ്റുവാങ്ങി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് പോകുന്നു. പിന്നീടുള്ള 5 മത്സരങ്ങളിലും ഉജ്ജ്വല വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ തിരിച്ചുവന്ന 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. അതെ, ടൂർണമെന്റിൽ മറ്റെല്ലാ ടീമുകളെയും ഞെട്ടിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കരുത്തരായ ലക്നൌവിനെതിരെ വിജയം നേടിക്കൊണ്ട് ഇന്ന് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്കാണ് ആദ്യ മത്സരം അവസാനിച്ചപ്പോൾ മുംബൈ എത്തിയിരുന്നതെങ്കിൽ ആദ്യ 4ലേക്കുള്ള ശക്തമായ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ടീം ഇപ്പോൾ ഉയർത്തുന്നത്. മറുഭാഗത്ത് ഇപ്പോൾ അവസാനിച്ച മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് RCB. തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട 2 ടീമുകളായി മുംബൈയും RCBയും മാറിയപ്പോൾ ഈ 2 ടീമുകളുടെയും ഉജ്ജ്വലമായ തിരിച്ചുവരവിന് ചെറിയൊരു അനാലിസിസ് ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഉജ്ജ്വലമായ തിരിച്ചുവരവ് എന്നല്ലാതെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനത്തെ വിലയിരുത്താനായി മറ്റൊരു വാക്കുകളുമില്ല. ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ തുടർച്ചയായ മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങി പോയിന്റ് പട്ടികയുടെ അവസാന സ്ഥാനത്ത് കിടന്ന ആ ഒരു മുംബൈ ഇന്ത്യൻസ് ഇന്ന് തുടർച്ചയായ മത്സരങ്ങളിലെ വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയുടെ തലപ്പത്തേക്കാണ് എത്തുന്നത്. ടൂർണമെന്റിൽ തോൽവി അറിയാതെ മുന്നേറിയ പല ടീമുകളെയും നേരിട്ടുകൊണ്ട് അവരെ സ്വന്തം തട്ടകത്തിലും എതിരാളികളുടെ തട്ടകത്തിലും പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് ഏറ്റവും വെല്ലുവിളി തന്നെയാണ് മറ്റെല്ലാ ടീമുകൾക്കും ഇപ്പോൾ ഉയർത്തുന്നത്. ഫോമിലല്ലാതിരുന്ന എല്ലാ താരങ്ങളും ഫോമിലേക്ക് ഉയർന്നത് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഈ ഒരു തിരിച്ചറിവിന് കാരണമായത്. റിക്കിൾട്ടണും രോഹിത് ശർമ്മയും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയും വിൽ ജാക്സൺ നമാന്തിർ എന്നിങ്ങനെ എല്ലാ ബാറ്റ്സ്മാൻമാരും ഓരോ മത്സരത്തിലും ടീമിന്റെ മാച്ച് വിന്നർമാരായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സമാന സാഹചര്യത്തിൽ ജസ്പ്രീത് ബുംറ നേതൃത്വം നൽകുന്ന ബോളിംഗ് നിരയും എതിരാളികളെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് എല്ലാ മത്സരങ്ങളിലും കാണുന്നത്. ബുംറയ്ക്കൊപ്പം 3 വിക്കറ്റ് നേട്ടവുമായി ട്രെന്റ് ബോൾട്ടും ഇന്ന് മികച്ച ഫോമിലേക്ക് എത്തിയത് മുംബൈക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. തനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പരമാവധി ബോളിംഗ് ഓപ്ഷനുകളെ ഉപയോഗിക്കുക തന്നെയാണ് ഹർദിക് പാണ്ഡ്യ ഇവിടെ ചെയ്യുന്നത്. ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയിലെത്തിയിരിക്കുകയാണ് ഈ മുംബൈ ഇന്ത്യൻസ് ടീം. സീസണിൽ RCBയുടെ പ്രകടനം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പുതിയ ക്യാപ്റ്റൻ രജത് പാട്ടീദാറിന്റെ കീഴിൽ ടീം മികച്ചൊരു പ്രകടനം നടത്തുമോ എന്ന് തന്നെ ആശങ്കപ്പെട്ടിരുന്ന സമയത്ത് പ്രധാന ടീമുകൾക്കെതിരെയെല്ലാം നിർണായക വിജയം നേടിക്കൊണ്ട് ടൂർണമെന്റിന്റെ ആദ്യം മുതൽ തന്നെ RCB ശക്തമായ നിലപാട് തന്നെയാണ് അറിയിച്ചിരുന്നത്. കിരീട വരൾച്ചയ്ക്ക് അവസാനം കുറിക്കാനായി RCB രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്ന് ഓരോ മത്സരം കഴിയുമ്പോഴും ക്ലിയറായ മെസ്സേജ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതുവരെയും ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ ഡൽഹി ക്യാപിറ്റൽസിനെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഇപ്പോൾ RCB പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ടീം തളരുമ്പോൾ വിരാട് കോഹ്ലിയുടെ അസാമാന്യ ശക്തി തീർച്ചയായും ടീമിന് കരുത്തായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. കൃണാൽ പാണ്ഡ്യയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് തീർച്ചയായിട്ടും RCBക്ക് നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. ബാറ്റിംഗിലും ബോളിംഗിലും മിന്നൽ പിളരായി എതിരാളികൾക്കുമേൽ കൃണാൽ പാണ്ഡ്യ സംഹാര താണ്ഡവമാടുമ്പോൾ RCBയെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു തലം തന്നെയാണ് ഇവിടെ സമ്മാനിക്കുന്നത്. കോഹ്ലിയും ദേവദത്ത് പടിക്കലും രജത് പാട്ടീദാറും കൃണാൽ പാണ്ഡ്യയും ടിം ഡേവിഡും അടങ്ങുന്ന ബാറ്റിംഗ് നിര ടീം തകരുന്ന സാഹചര്യത്തിൽ കംബാക്കിന് കെൽപ്പുള്ള ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പായി മാറിയിരിക്കുകയാണ്. ഭുവനേശ്വർ കുമാറിന്റെയും ഹേസൽവുഡിന്റെയും കാര്യത്തിൽ ഏറ്റവും മികച്ച പേസ് ലൈനപ്പാണ് ഈ സീസണിൽ RCB അണിനിരത്തിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിക്കെതിരെ 3 വിക്കറ്റ് നേടി ഭുവനേശ്വർ കുമാറും 2 വിക്കറ്റുമായി ജോഷ് ഹേസൽവുഡും മികച്ച പ്രകടനങ്ങൾ നടത്തിയപ്പോൾ സുയാഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും ഇക്കണോമിയിൽ പന്തെറിഞ്ഞ് RCBക്ക് മത്സരം കയ്യിലൊതുക്കി കൊടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പ്ലേ ഓഫിലേക്ക് അടുക്കുമ്പോൾ ഈ 2 ടീമുകളും ആദ്യ 4-ൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ 90% ഉറപ്പായിട്ടുണ്ട്. മറ്റു ടീമുകൾ ശക്തമായ മത്സരവുമായി രംഗത്തുള്ളപ്പോഴും ഓരോ മത്സരവും വിജയിച്ചുകൊണ്ട് ഈ 2 ടീമുകളും തീർച്ചയായിട്ടും കിരീടം തങ്ങൾക്ക് വേണ്ടി അവകാശപ്പെടുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.